പ്രിയമുള്ളവരെ, വചനജ്വാല 1771 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 7 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 45 അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദേശത്ത് കർത്താവിന്റെ ഓഹരി. നിങ്ങൾ സ്ഥലം ഭാഗം വെക്കുമ്പോൾ ഒരു ഭാഗം 25,000 മുഴം നീളത്തിലും 20,000 മുഴം വീതിയിലും കർത്താവിന്റെ വിശുദ്ധ ഭാഗമായി നീക്കിവെക്കണം. ആ സ്ഥലം മുഴുവനും വിശുദ്ധമായിരിക്കും. ഇതിൽ 500 മുഴം നീളവും വീതിയുമുള്ള സമചതുരം വിശുദ്ധ മന്ദിരത്തിനുള്ളതാണ്. അതിനു ചുറ്റും 50 മുഴം ഒഴിവാക്കിയിടണം. വിശുദ്ധ മേഖലയിൽ 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും അളന്നു തിരിക്കുക. അതിൽ വേണം അതിവിശുദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യാൻ. അത് ദേശത്തിന്റെ വിശുദ്ധ ഭാഗമായിരിക്കും. ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടുത്തെ സമീപിക്കുന്നവരുമായ പുരോഹിതന്മാർക്ക് വേണ്ടിയായിരിക്കും അത്. അവിടെയായിരിക്കും അവരുടെ ഭവനങ്ങളും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും. 25,000 മുഴം നീളവും 10,000 മുഴം വീതിയുമുള്ള ബാക്കി ഭാഗം ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ലേവ്യർക്കുള്ളതാണ്. അത് അവർക്ക് വസിക്കാനുള്ള നഗരത്തിന് വേണ്ട സ്ഥലമാണ്. വിശുദ്ധ മേഖലയോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 5,000 മുഴം വീതിയിലും നഗരത്തിനായി സ്ഥലം നീക്കിവെക്കണം. അത് ഇസ്രായേൽ ഭവനത്തിന്റെ പൊതു സ്വത്താണ്, രാജാവിന്റെ അവകാശവും ചുമതലയും. വിശുദ്ധ മേഖലയുടെയും നഗര സ്വത്തിന്റെയും ഇരുവശങ്ങളിലായി അവയോട് ചേർന്ന് കിഴക്കും പടിഞ്ഞാറുമായി ഒരു ഗോത്രത്തിന്റെ ഓഹരി സ്ഥലത്തോളം നീളത്തിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറേ അതിർത്തി മുതൽ കിഴക്കേ അതിർത്തി വരെ നീണ്ടുകിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതായിരിക്കും. ഇസ്രായേലിൽ ഇത് രാജാവിന്റെ സ്വത്തായിരിക്കണം. എന്റെ രാജാക്കന്മാർ എന്റെ ജനത്തെ ഒരിക്കലും പീഡിപ്പിക്കരുത്. ഇസ്രായേൽ ഭവനത്തിന്റെ ഗോത്രങ്ങൾക്ക് അനുസൃതമായ സ്ഥലം അവർ വിട്ടുകൊടുക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ രാജാക്കന്മാരെ മതിയാക്കുക. അക്രമവും പീഡനവും അവസാനിപ്പിച്ച് നീതിയും ന്യായവും നടത്തുവിൻ. എന്റെ ജനത്തെ കുടിയിറക്കുന്നത് നിർത്തുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ശരിയായ ത്രാസും ഏഫായും ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏഫായുടെയും ബത്തിന്റെയും അളവ് ഒന്നായിരിക്കണം. ഹോമറിന്റെ 10 ഏഫ. ബത്തും ഹോമറിന്റെ 10 തന്നെ. ഹോമറായിരിക്കണം അടിസ്ഥാന അളവ്. 1 ഷെക്കൽ 20 ഗേര ആയിരിക്കണം. 5 ഷെക്കൽ 5 ഷെക്കലും 10 ഷെക്കൽ 10 ഷെക്കലും ആയിരിക്കണം. നിങ്ങളുടെ മീന 50 ഷെക്കൽ ആയിരിക്കണം. നിങ്ങൾ സമർപ്പിക്കേണ്ട വഴിപാട് ഇതാണ്: ഗോതമ്പും ബാർലിയും ഹോമറിന് ഏഫായുടെ 1/6, എണ്ണ കോറിന് ബത്തിന്റെ 10. കോർ ഹോമർ പോലെ തന്നെ 10. ഇസ്രായേൽ കുടുംബങ്ങൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 200-ന് 1 എന്ന കണക്കിൽ സമർപ്പിക്കണം. ഇത് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനുള്ള ധാന്യബലിക്കും ദഹനബലിക്കും സമാധാന ബലിക്കും വേണ്ട കാഴ്ചയാണ്. കർത്താവ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ ജനമെല്ലാം
ഈ കാഴ്ചവസ്തുക്കൾ ഏൽപ്പിക്കണം. ഇസ്രായേലിന്റെ എല്ലാ നിശ്ചിത തിരുനാളുകളിലും അമാവാസികളിലും സാബത്തുകളിലും ദഹനബലിക്കും ധാന്യബലിക്കും പാനീയ ബലിക്കും വേണ്ട വകകൾ കൊടുക്കുക രാജാവിന്റെ കടമയാണ്. ഇസ്രായേൽ ഭവനത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി അവൻ പാപപരിഹാര ബലികൾക്കും ധാന്യബലികൾക്കും ദഹനബലികൾക്കും സമാധാന ബലികൾക്കും വേണ്ടത് നൽകണം. തിരുനാളുകൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, 1-ാം മാസം 1-ാം ദിവസം ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കണം. പുരോഹിതൻ പരിഹാര ബലിയിൽ നിന്ന് കുറെ രക്തമെടുത്ത് ദേവാലയത്തിന്റെ വാതിൽപ്പടികളിലും ബലിപീഠത്തിന്റെ 4 കോണുകളിലും അകത്തെ അങ്കണവാതിലിന്റെ തൂണുകളിലും പുരട്ടണം. അശ്രദ്ധയോ അജ്ഞതയോ മൂലം പാപം ചെയ്തവന് വേണ്ടി മാസത്തിന്റെ 7-ാം ദിവസം ഇതു തന്നെ ചെയ്യണം. അങ്ങനെ ദേവാലയത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. 1-ാം മാസം 14-ാം ദിവസം നിങ്ങൾ പെസഹ ആഘോഷിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്തപ്പമേ ഭക്ഷിക്കാവൂ. അന്ന് രാജാവ് തനിക്കും ദേശത്തിലെ എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം. തിരുനാളിന്റെ 7 ദിവസങ്ങളിലും ദഹനബലിക്കായി ഊനമറ്റ 7 കാളക്കുട്ടികളെയും 7 മുട്ടാടുകളെയും പ്രതിദിനം കൊടുക്കണം. ദിവസേന ഓരോ കോലാടിനെയും അവൻ കർത്താവിന് പാപപരിഹാര ബലിയായി കൊടുക്കണം. ഓരോ കാളയ്ക്കും ഓരോ മുട്ടാടിനും ഓരോ ഏഫ ധാന്യവും ഓരോ ഏഫയ്ക്കും ഓരോ ഹിൻ എണ്ണയും കൊടുക്കണം. 7-ാം മാസം 15-ാം ദിവസവും തിരുനാളിന്റെ 7 ദിവസങ്ങളിലും പാപപരിഹാര ബലിക്കും ദഹനബലിക്കും അവയ്ക്കുള്ള ധാന്യത്തിനും എണ്ണയ്ക്കും ഇതേ ക്രമം തന്നെ അവർ പാലിക്കണം. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പന്തേനൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സിസിലിയിൽ 2-ാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ് പന്തേനൂസ്. ക്രിസ്ത്യാനികളുടെ ജീവിത പരിശുദ്ധിയാണ് പന്തേനൂസിന്റെ മാനസാന്തര കാരണം. യേശു ശിഷ്യരുടെ കീഴിൽ അദ്ദേഹം വേദപുസ്തകം പഠിച്ചു. വിശുദ്ധ ഗ്രന്ഥ പഠന തീഷ്ണത അദ്ദേഹത്തിന് അലക്സാണ്ട്രിയൻ സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നതിന് പ്രേരണ നൽകി. തന്റെ പാണ്ഡിത്യം പ്രകാശിപ്പിക്കുന്നതിൽ അദ്ദേഹം ഉത്സുകനായിരുന്നില്ല. തന്നിമിത്തം 179 ശേഷമാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അംഗീകരിക്കപ്പെട്ടത്. അദ്ദേഹം പ്രവചനങ്ങളും സുവിശേഷങ്ങളും വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതോടെ അലക്സാണ്ട്രിയൻ സ്കൂൾ വളരെ പ്രശസ്തി ആർജിച്ചുവെന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് പ്രസ്താവിക്കുന്നു. അലക്സാണ്ട്രിയാനുമായി വ്യാപാരം നടത്തിയിരുന്ന ഇന്ത്യക്കാർ പന്തേനൂസിനെ ബ്രാഹ്മണരോട് വാദപ്രതിവാദം നടത്തുന്നതിനെ ക്ഷണിച്ചു. വിശുദ്ധ പന്തേനൂസ് ഇന്ത്യയിൽ വന്നപ്പോൾ അവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പ്രതി ബർത്തലോമിയ ശ്ലീഹ കൊണ്ടുവന്നിരുന്നതായി പറഞ്ഞു കേട്ടു. അവിടെ കുറെ നാൾ പഠിപ്പിച്ച ശേഷം അദ്ദേഹം ആ ഗ്രന്ഥം അലക്സാണ്ട്രിയയിലേക്ക് മടക്കിക്കൊണ്ടുപോയി. അലക്സാണ്ട്രിയയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം അധ്യാപനം തുടർന്നു. തന്റെ അവസാന നാളുകൾ എത്യോപ്യയിൽ ചെലവഴിച്ചു എന്ന് ഒരു അഭിപ്രായവുമുണ്ട്. 2016 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. സഭാപിതാവായ വിശുദ്ധ പന്തേനൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.